മാരുതി ലൈനപ്പിൽ ഇപ്പോൾ എടുക്കുമ്പോൾ ഏറ്റവും ലാഭം കിട്ടുന്ന ഒരു വണ്ടിയാണ് സ്വിഫ്റ്റിൻ്റെ സെഡ് വേരിയൻസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം സ്വിഫ്റ്റിൻ്റെ സെഡ് വേരിയൻറ്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഏകദേശം 80,000 രൂപയ്ക്ക് മുകളിലുള്ള ആനുകൂല്യങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുക. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വണ്ടി ഇറങ്ങിയ സമയത്ത് യാതൊരുവിധ കൺസ്യൂമർ ഓഫറും ഇല്ലാതെയാണ് മാരുതി ഈ വണ്ടി വിറ്റിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഓണത്തിന് പോലും ഇല്ലാത്ത രീതിയിലുള്ള കൺസ്യൂമർ ഓഫറാണ് ഇപ്പം മാരുതി ഇതിന് കൊടുത്തിട്ടുള്ളത്. അതായത് തീർച്ചയായിട്ടും നിങ്ങൾ സ്വിഫ്റ്റ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഇതാണ്. മാത്രമല്ല നിങ്ങൾ എടുക്കേണ്ട വേരിയന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വാല്യൂ ഫോർ മണി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സ്വിഫ്റ്റിന്റെ ZX എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയന്റ് ആണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ വീഡിയോന്റെ അവസാനം വരെ നമ്മൾ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും വീഡിയോ അവസാനം വരെ കാണാം. അതായത് സ്വിഫ്റ്റ് ZX പ്ലസ് എന്നീ വേരിയന്റുകൾക്കാണ് ഇത്രയധികമുള്ള ഒരു കൺസ്യൂമർ ഓഫർ ഇപ്പം വന്നിരിക്കുന്നത്. അതായത് മാനുവൽ സെഡ് വേരിയന്റ് ഉള്ള വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 45,000 രൂപ കൺസ്യൂമർ ഓഫർ ആയിട്ടും ഇത് AMT ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 50,000 രൂപ കൺസ്യൂമർ ഓഫർ ആയിട്ടുമാണ് കൊടുക്കുന്നത്. ഇത് കൂടാതെ ഏകദേശം 20,000 രൂപ എക്സ്ചേഞ്ച് ബോണസും ഏകദേശം 10,000-ന് പുറത്ത് നമുക്ക് ആക്സസറീസ് ഡിസ്കൗണ്ടുമാണ് ഇപ്പം സ്വിഫ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം സ്വിഫ്റ്റ് സെഡ് വേരിയന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുക എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് വരെ സ്വിഫ്റ്റിലെ ഏറ്റവും വാല്യൂ ഫോർ മണി എന്ന് പറയുന്നത് VXA ആൻഡ് VXA ഓപ്ഷണൽ വേരിയന്റുകളായിരുന്നു. അന്ന് എല്ലാ വേരിയന്റുകൾക്കും ഏകദേശം 15,000 മുതൽ 20,000 രൂപ വരെയായിരുന്നു കൺസ്യൂമർ ഓഫർ. എന്നാൽ ഇന്ന് VXAയ്ക്കും VXA ഓപ്ഷനിലും 15,000 നിലനിർത്തിക്കൊണ്ട് ZX പ്ലസ് വേരിയന്റുകൾക്ക് ഏകദേശം 45,000 രൂപ മുതൽ അത് ഓട്ടോമാറ്റിക് ആണെങ്കിൽ 50,000 രൂപ വരെയുള്ള കൺസ്യൂമർ ഓഫറാണ് മാരുതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം അതായത് ഇതിനു മുമ്പ് VXA ഓപ്ഷനിലും ZXയും തമ്മിലുള്ള അന്തരം എന്ന് പറയുന്നത് ഏകദേശം 80,000 രൂപയ്ക്കും പുറത്തായിരുന്നു. എന്നാൽ ഇപ്പം ഈ പുതിയ കൺസ്യൂമർ ഓഫർ വന്നതോട് കൂടിയിട്ട് VXA ഓപ്ഷനിലും ZXയും തമ്മിലുള്ള അന്തരം വെറും 50,000 രൂപ മാത്രമായിട്ടുണ്ട്. ഈ 50,000 രൂപ കൂടുതൽ കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ZXയിൽ കിട്ടുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒരുപാട് അധികമാണ്. അതായത് ഒരുപാടധികം ഓഫേഴ്സ് നമ്മൾ ഈ 50,000 രൂപ കൂടുതൽ കൊടുത്ത് ZX എടുക്കുന്നതുകൊണ്ട് കിട്ടുന്നുണ്ട്. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇപ്പം പറയാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങാം. ശരിക്കും പറയുവാണ് ഈ വണ്ടി എന്ന് പറയുന്നത് ZX പ്ലസ് ആണ്. അപ്പം ഇതിൽ നിന്ന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ ZX വേരിയന്റിലേക്ക് പോകുന്ന സമയത്ത്. ഇപ്പം ഫ്രണ്ട് ലുക്കിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ VXA ഓപ്ഷനിൽ നിന്നും മാറി നമ്മൾ ZXയിലേക്ക് വരുന്ന സമയത്ത് ഇതുപോലെയുള്ള ഒരു ഹെഡ്ലൈറ്റ് സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ലഭിക്കുക. അതായത് ഒരു LED പ്രൊജക്ടർ ഹെഡ്ലാമ്പാണ് നമുക്ക് ലഭിക്കുക. മാത്രമല്ല അടിപൊളിയായിട്ടുള്ള ഈ ഒരു LED DRL കൂടി നമുക്ക് ZXയിലേക്ക് പോകുന്ന സമയത്ത് കിട്ടും. മാത്രമല്ല ഇത് ഓട്ടോമാറ്റിക് ഹെഡ്ലാമ്പ് സെറ്റപ്പ് കൂടി നമുക്ക് ZXയിൽ വരുന്നുണ്ട്. ഇത്രയധികം കാര്യങ്ങളാണ് ഹെഡ്ലൈറ്റ് സെറ്റപ്പിൽ നമുക്ക് ZX വേരിയന്റിലേക്ക് വരുന്ന സമയത്ത് കിട്ടുക. ഈ ഫോഗ് ലാമ്പ് പിന്നെ ZX പ്ലസ് വേരിയന്റിൽ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഇത് നമുക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു 6,000-7,000 രൂപ കൊടുത്തിട്ട് അഡീഷണൽ ആയിട്ട് ആക്സസറീസിൽ വെക്കാവുന്നതാണ്. ഇതാണ് നമുക്ക് ഹെഡ്ലൈറ്റ് സെറ്റപ്പിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത്. ഇനിയിപ്പം നമ്മൾ സൈഡ് പ്രൊഫൈലിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അലോയ് വീൽസ് ആണ്. അതായത് നമുക്ക് ZXയിലേക്ക് വരുന്ന സമയത്ത് ഒരു 15 ഇഞ്ച് അലോയ് വീൽസ് നമുക്കിതിൽ ലഭിക്കും. അതായത് ഈ 4 അലോയ് വീൽസിന് തന്നെ ഏകദേശം ഒരു 30,000 രൂപയ്ക്ക് അടുത്ത് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു 50,000 രൂപയിൽ 30,000 രൂപ ഇവിടെ തന്നെ നമുക്ക് വാല്യൂ ആയിട്ട് പോയിട്ടുണ്ട്. അപ്പം ഈ ZX പ്ലസിലുള്ള അലോയ് വീൽസ് ആണ് ഇത്. ഇതിൽ നിന്ന് ചെറിയ വ്യത്യാസമുണ്ട്. നമുക്കൊരു പെയിന്റഡ് ആയിട്ടുള്ള അലോയ് വീൽസ് ആണ് ലഭിക്കുക. എന്നാലും അതും ഒരു അടിപൊളി അലോയ് വീൽസ് തന്നെയാണ്. ഇതാണ് സൈഡ് പ്രൊഫൈലിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ബാക്ക് സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു വൈപ്പർ, അതായത് ഒരു റയർ വൈപ്പറും വാഷറും നമുക്ക് ZX വേരിയന്റിലേക്ക് വരുന്ന സമയത്ത് വരുന്നുണ്ട്. അതായത് ശരിക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് റയർ വൈപ്പർ എന്ന് പറയുന്നത്. മാത്രമല്ല നമ്മുടെ വണ്ടിക്ക് കുറച്ചും കൂടി ലുക്കും കുറച്ചും കൂടി ഒരു സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യുന്ന ഒരു ഇത് തന്നെയാണ് നമുക്ക് ഇത് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനി നമ്മൾ ബാക്ക് സീറ്റിലോട്ട് കയറിയിരിക്കാം. അതായത് ഈ റയർ സൈഡിലുള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ മാറ്റം ഈ കാണുന്ന റയർ വണ്ടി ഈസിയാണ്. അതായത് നമ്മളൊരു 4-5 ആളൊക്കെ പോയി ഇരിക്കുന്ന സമയത്ത് ബാക്ക് സൈഡിലേക്ക് നല്ല കൂളിംഗ് തരുന്ന ഒരു സെറ്റപ്പ് തന്നെയാണ് ഈ റയർ വണ്ടി AC എന്ന് പറയുന്നത്. ഇത് ശരിക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനം തന്നെയാണ്. പ്രത്യേകിച്ച് വേനൽക്കാലത്ത് നമുക്ക് ശരിക്കും യൂസ്ഫുൾ ആവുന്ന ഒരു സാധനം തന്നെയാണ്. മാത്രമല്ല ഈ റയർ സൈഡിലേക്ക് വരുന്ന സമയത്ത് 2 USB പോർട്ട് കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് A പോർട്ടും കൊടുത്തിട്ടുണ്ട്, നമുക്ക് C പോർട്ടും കൊടുത്തിട്ടുണ്ട്. ശരിക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് റയർ സൈഡിൽ ഇരിക്കുന്ന ആളുകൾക്ക് നമുക്ക് ഒരു A ടൈപ്പും ഉണ്ട്, ഒരു C ടൈപ്പും ഉണ്ട്. നമുക്കപ്പം ബാക്കിലിരിക്കുന്ന 2 പേർക്ക് അറ്റ് എ ടൈം ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ശരിക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഈ റയർ സൈഡിലുള്ളതെന്ന് പറഞ്ഞാൽ.
ഇനി നമ്മൾ ഫ്രണ്ട് സീറ്റിലേക്ക് കയറിയിരിക്കും എന്നുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ZXi വേരിയൻറ്റിൽ ലഭിക്കും. ഇത് നല്ല ഫീച്ചറായിട്ടുള്ളൊരു കാര്യം തന്നെയാണെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇനിയിപ്പം ഓഡിയോ കൺട്രോൾസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നുമില്ല, ആൾമോസ്റ്റ് സെയിം ആണ്. പക്ഷെ നമുക്ക് 2 ട്യൂട്ടേഴ്സ് ഇവിടെ എക്സ്ട്രാ ആയിട്ട് ലഭിക്കും ZXi വേരിയന്റിലേക്ക് വരുന്ന സമയത്ത്. ഇപ്പം മീറ്റർ കൺസോളിലേക്ക് പോകാന്നുണ്ടെങ്കിൽ യാതൊരു വ്യത്യാസമില്ല, ആൾമോസ്റ്റ് സെയിം ആണ്. ഇതുപോലുള്ള ഒരു മീറ്റർ കൺസോൾ തന്നെയാണ് നമുക്ക് VXiയിലും ZXiയിലും ഉള്ളത്. എന്നാൽ നമുക്ക് ഇതിലുള്ള ഒരു മെയിൻ വ്യത്യാസം വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് വയർലെസ് ചാർജർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി ഫീച്ചർ നമുക്ക് ZXiയിലേക്ക് വരുന്ന സമയത്ത് കിട്ടും. അതായത് ഇത് അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു ചാർജർ തന്നെയാണ്, നമ്മൾ ചാർജ് ചെയ്ത് നോക്കുന്നതാണ്. അതായത് ഇത് നമുക്ക് ZXiയിലേക്ക് വരുന്ന സമയത്ത് കിട്ടുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു ഫീച്ചർ കൂടി നമുക്ക് ZXi വേരിയന്റിലേക്ക് വരുന്നുണ്ട്. അപ്പം ഇത്രയധികം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് VXi ഓപ്ഷനിൽ നിന്ന് ZXiയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സ്വിഫ്റ്റ് എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ VXi ഓപ്ഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ VXi കമ്പയർ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഏകദേശം ഒരു 80,000-85,000 രൂപ വരെ വ്യത്യാസം വരുന്നുണ്ട്. എന്നാലും ആ എമൗണ്ടിനും ശരിക്കും വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഫീച്ചേഴ്സ് തന്നെയാണ് ZXiയിൽ ഇരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും സ്വിഫ്റ്റ് എടുക്കുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാനും ഈ സമയത്ത് നിങ്ങൾക്ക് എടുക്കാനും പറ്റുന്ന ഒരു വേരിയന്റ് തന്നെയാണ് സ്വിഫ്റ്റിന്റെ ZXi എന്ന് പറയുന്ന വേരിയന്റ്. നമുക്ക് ZXi പ്ലസിലോട്ടും പോകേണ്ട ആവശ്യമില്ല. പ്ലസിലോട്ട് പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഈ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം 9 ഇഞ്ച് ആയിരിക്കും, ZXiയിൽ 7 ഇഞ്ച് ആയിരിക്കും. പിന്നെ ZXi പ്ലസിൽ ക്രൂസ് കൺട്രോൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കുറച്ച് വ്യത്യാസങ്ങളാണ് വരിക. ക്രൂസ് കൺട്രോൾ ഒന്നും നമുക്ക് ഇന്നത്തെ കാലത്ത് എത്രത്തോളം പോസിബിൾ ആണെന്ന് ചോദിച്ചാൽ നല്ല ഹൈവേയിലൊക്കെ കയറുമ്പോൾ പോസിബിൾ ആണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും സ്വിഫ്റ്റ് എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ZXi വേരിയന്റ് മസ്റ്റായിട്ട് നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന ഒരു വേരിയന്റ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സ്വിഫ്റ്റ് എടുക്കുന്നവർ തീർച്ചയായിട്ടും പരിഗണിക്കുക ZXi എന്ന് പറഞ്ഞിട്ടുള്ള വേരിയന്റ്. ഇതിന് ഈ മാസമാണ്, അതായത് നവംബറിലാണ്, മിക്കവാറും ഈ ഡിസംബറിലും ഈ കൺസ്യൂമർ ഓഫർ തന്നെ ഉണ്ടായിരിക്കും. അതായത് ഇയർ എൻഡിങ് ഓഫർ ആയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ അവസാനം വരെ കണ്ടതിന് തീർച്ചയായിട്ടും താങ്ക് യു.